ഏതാണ് രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ശ്രീരാമചന്ദ്ര പ്രഭുവിനോടൊപ്പം ഇണപിരിയാത്ത അനുജനായ ലക്ഷ്മണനും തൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയും വനത്തിലേക്ക് പുറപ്പെടുമ്പോൾ സുമിത്രാദേവി ലക്ഷ്മണകുമാരന് നൽകുന്ന ഉപദേശമാണ് ഇത്. ഉണ്ണി, രാമം ദശരഥം വിദ്ധി, രാമനെ അച്ഛനായിട്ട് തന്നെ, ദശരഥനായിട്ട് തന്നെ അറിഞ്ഞാലും, മൂത്ത ജ്യേഷ്ഠനാണ് രാമൻ അല്ലേ? മൂത്ത ജ്യേഷ്ഠന് അച്ഛൻ്റെ സ്ഥാനമാണ്, ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമാണ്. മാം വിദ്ധി ജനകാത്മജാം, സീതയെ എന്നെ തന്നെയെന്ന്, അതായത് അമ്മയെ തന്നെയെന്ന് അറിഞ്ഞാലും. അയോധ്യാം അടവീം വിദ്ധി, കാനനത്തെ അയോധ്യ തന്നെയെന്ന് അറിഞ്ഞാലും സുഖമായി പോയി വരിക. ഈ അറിവുണ്ടെങ്കിൽ എവിടെയും സുഖമായിരിക്കും. തൻ്റെ ജ്യേഷ്ഠനെ അച്ഛനെ പോലെ ആരാധിച്ച് ഭക്തിയോടെ കരുതുക, ജ്യേഷ്ഠത്തി അമ്മയെ അമ്മ തന്നെ എന്നറിയുക എന്ന ധാർമ്മികത രാമായണം നമുക്ക് പകർന്നു തരുന്നു. കാലാന്തരത്തില് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ധർമ്മബോധമാണ് നമുക്ക് ശ്രീരാമായണം പകർന്നു നൽകുന്നത്. ബന്ധങ്ങൾ തമ്മിലുള്ള ഊഷ്മളത നമുക്ക് രാമായണത്തിൽ സ്പഷ്ടമായിട്ട് കാണാം. മാതൃഭക്തിയും ഗുരുഭക്തിയും ഇത്രത്തോളം നമുക്ക് ധാർമ്മിക ബോധവും മൂല്യവും പകർന്നു തരുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ സംശയം തന്നെ.